നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു അനിമയാണ് ബ്ലീച്ച്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു ബ്ലീച്ച് അനിമെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ബ്ലീച്ച് അനിമെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ബ്ലീച്ച് അനിമെ എങ്ങനെ ഫുള്ളായിട്ട് കാണാം, ഫില്ലേഴ്സ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് മെയിൻ എപ്പിസോഡ് മാത്രം എങ്ങനെ കാണാമെന്നാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നീട് നമ്മളോട് ചാനലിൽ പുതിയൊരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും അനിമേനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. അതിൽ നിന്ന് തന്നെ ഒരു ബെസ്റ്റ് കമന്റ് സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ അവരുടെ പേരും ആ ഒരു കമന്റും വായിക്കുന്നതാണ്. ഓക്കെ, ഇനി ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് സീ. ആദ്യമേ കുറെ ഫ്രണ്ട്സിനോടൊരു ഡൗട്ടാണ് ബ്ലീച്ച് അനിമെ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. ബ്ലീച്ചിനെ പറ്റി നോക്കുവാണെങ്കിൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ഒന്നുമില്ല. വെറും ലീനിയർ ആയിട്ട് പോകുന്ന ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു സീരീസ് ആണ് ബ്ലീച്ച്. എന്നിട്ടും ബാക്കിയുള്ള അനിമകളിൽ നിന്ന് ബ്ലീച്ച് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഇതിലുള്ള ഫൈറ്റ്സ് ആൻഡ് ആക്ഷൻ സീക്വൻസ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ അനിമെ എവർ മെയ്ഡ് എന്ന് പറയാം. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഇതിന്റെ റൈറ്ററായ ക്യൂബോ റൈറ്റ് ചെയ്തേക്കുന്നത്. ക്യൂബോ അല്ല കുബോ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കണം. ബാക്കിയുള്ള അനിമേസ് എടുക്കുമ്പോൾ നറൂട്ടോ അല്ലെങ്കിൽ വൺ പീസിലൊക്കെ ഒരു ബാറ്റിൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ഇല്ലെങ്കിലും ഏകദേശം എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലീച്ചിൽ നോക്കുമ്പോൾ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആര് ജയിക്കുമെന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗോടെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളല്ല ആ ഒരു ഫൈറ്റിൽ ജയിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ അനിമേസിലും ബോസ് ബാറ്റിൽ നടക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബാക്കിയുള്ള അനിമയിൽ നോർമലായിട്ട് ഒരു മെയിൻ വില്ലൻ കാണും. ആ ഒരു വില്ലൻ്റെ അണ്ടറിൽ സൈഡ് വില്ലൻസ് ആയിട്ട് കുറെ പേർ കാണും. അവരെല്ലാം പോയിട്ടാണ് ഈ മെയിൻ ഹീറോസിനോട് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫൈറ്റ് എല്ലാം വെറും ബോറായിട്ട് ചെയ്തിട്ട് ഒരു മെയിൻ വില്ലൻ ഫൈറ്റ് മാത്രം കുറച്ച് ബെറ്റർ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ചെയ്യും. പക്ഷേ ബ്ലീച്ചിലാണെങ്കിൽ നടക്കുന്ന ഓരോ ഫൈറ്റും ഒരു മെയിൻ വില്ലൻ ഫൈറ്റ് പോലെയാണ് നടക്കുന്നത്. അത്രയ്ക്കും വലിയൊരു ഇമ്പോർട്ടൻസ് ബ്ലീച്ചിൽ ആക്ഷൻ സീക്വൻസിനും ഫൈറ്റ്സിനും കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ബ്ലീച്ചിൽ ഇഷ്ടം പോലെ ഫില്ലർ എപ്പിസോഡ് എന്ന് പറഞ്ഞ് കുറെ പേര് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലീച്ച് എങ്ങനെ ഫില്ലർ എപ്പിസോഡ് ഇല്ലാതെ മെയിൻ ആർക്ക് മാത്രം കാണാമെന്ന് ഇനി അങ്ങോട്ട് നോക്കാം. ആദ്യമേ കാണേണ്ടത് ഏജൻസ് ഓഫ് ഷിനിഗാമി ആർക്കാണ്. എപ്പിസോഡ് 1 to 20 വരെയാണ് ഈ ഒരു ആർക്ക് പോകുന്നത്. അതിനുശേഷം സോൾ സൊസൈറ്റി ആർക്ക് എപ്പിസോഡ് 21 to എപ്പിസോഡ് 63 വരെയാണ് ഈ ഒരു ആർക്ക് പോകുന്നത്. അതിനുശേഷം കുറെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാൽ മതി. അരാൻകർ ആർക്കാണ് എപ്പിസോഡ് 110 to 131 വരെയാണ് ഈ ഒരു ആർക്ക് പോകുന്നത്. അടുത്ത വരുന്ന ആർക്ക് 2 പാർട്ടായിട്ടാണ്. ഹെയ്ക്കോമോണ്ടോ ആർക്ക് പാർട്ട് 1 എപ്പിസോഡ് 132 തൊട്ട് 167 വരെയാണ് കാണേണ്ടത്. അടുത്തത് അതിന്റെ പാർട്ട് 2 എപ്പിസോഡ് 190 to 205 വരെയാണ് കാണേണ്ടത്. അതിനുശേഷം വരുന്നതാണ് ദി പാസ്റ്റ് ആർക്ക് എപ്പിസോഡ് 206 to 212 വരെയാണ് ഈ ഒരു ആർക്കുള്ളത്. അതിനുശേഷം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർക്കാണ് ദ ബാറ്റിൽ ഓഫ് കറാക്കുറ ടൗൺ ആർക്ക്. ഇതും 2 പാർട്ടായിട്ടാണ് ഇറങ്ങുന്നത്. ഇതിന്റെ പാർട്ട് 1 എപ്പിസോഡ് 213 തൊട്ട് 229 വരെ. ആൻഡ് ഇതിന്റെ പാർട്ട് 2 വരുന്നത് എപ്പിസോഡ് 266 to 316 വരെ. ഫൈനലായിട്ട് ക്ലാസിക് ബ്ലീച്ചിന്റെ അവസാനത്തെ ആർക്ക് ദ ലോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഷിനിഗാമി ആർക്ക് എപ്പിസോഡ് 342 തൊട്ട് 366 വരെയാണ് ഈ ഒരു ആർക്ക് പോകുന്നത്. ഇതിനുശേഷം ക്ലാസിക് ആയിട്ടുള്ള ബ്ലീച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുന്നത് ബ്ലീച്ച് 1000 ഇയർ ഓഫ് ബ്ലഡ് വാർ ആർക്കാണ്. അതിനു മുന്നേ കുറെ മൂവീസും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു മൂവീസ് ഒന്നും മസ്റ്റായിട്ട് കാണണമെന്നില്ല. എല്ലാം ഫില്ലർ മൂവീസ് ആണ്, അത്രയ്ക്ക് വർത്തുമല്ല. 1000 ഇയർ ഓഫ് ബ്ലഡ് വാർ ആർക്ക് വരുന്നത് 2 പാർട്ടായിട്ടാണ്. ആ 2 പാർട്ടും ഫുള്ളായിട്ട് തന്നെ കാണണം. അതിലൊന്നും ഫില്ലേഴ്സ് ഇല്ല. ഇത്രയൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ബ്ലീച്ചിന്റെ കൂടെ കോട്ടപ്പ് ചെയ്യും. ഇനി വരാനുള്ളത് ഒരു ആർക്ക് കൂടിയാണ്. ആ ഒരു ആർക്ക് ഈ ഒരു വർഷം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഈ വർഷം തന്നെ അത് അവസാനിക്കാം, അല്ലെങ്കിൽ ഇനി 1-2 വർഷം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആക്ഷൻസ് ആൻഡ് ഫൈറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും കാണേണ്ട ഒരു അനിമയാണ് ബ്ലീച്ച്. ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഇപ്പോൾ തന്നെ പോയിരുന്ന് കാണുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ ബ്ലീച്ച് കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.